ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്റെ കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള ഷാംപൂസും കണ്ടീഷണറും എല്ലാം ഒന്നും ഇല്ല, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ സാധനങ്ങൾ. അപ്പൊ അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി മസ്റ്റ് ആയിട്ടൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. അപ്പൊ ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന സാധനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ലോറിയൽ പാരീസിന്റെ പ്രൊഫഷണൽ എക്സ്റ്റൻസീവ് കെയറിൽ വരുന്നതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം എന്റെ ഹെയർ കെരാറ്റിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ഹെയർ പെട്ടെന്ന് അതിനകത്തുള്ള നാച്ചുറൽ മോയ്സ്ചർ സ്ട്രിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവും. ട്രീറ്റഡ് ഹെയർ ആയിട്ട് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള ഷാംപൂസ് വേണം നമ്മൾ ഈ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ യൂസ് ചെയ്യാൻ. അതുകൂടാതെ തന്നെ നമുക്കിപ്പോ കെരാറ്റിൻ ചെയ്യുമ്പോൾ ഒരു ഷൈനസ് ഉണ്ടാവില്ലേ, ആ ഷൈനസ് വാഷ് ഔട്ട് ചെയ്ത് കളയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ വാഷ് ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ ഒരുപാട് ഡെയിലി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ട്രീറ്റ്മെന്റ് നമ്മുടെ ബോഡി ഹെയറിൽ നിന്ന് പോകും. കാരണം നമുക്ക് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സിലോട്ട് ഇൻഡ്യൂസ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ ഒരുപാട് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പോകും. ഇതൊരു പെർമനന്റ് സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പൊ സ്ട്രൈറ്റനിങ് പോലെ അല്ലെങ്കിൽ സ്മൂത്തനിങ് പോലെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല കെരാറ്റിൻ. 6 months മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ നമ്മളൊരു വാഷിംഗ് അനുസരിച്ച് നിൽക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് എന്റേത് കെരാറ്റിനും ചെയ്തിട്ടുണ്ട്, ഞാൻ കളറും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമായിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ എന്റെ മുടി ഹെയർ ഫസ്റ്റ് ടൈം കെരാറ്റിൻ ചെയ്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഉണ്ടാകുന്ന ഫ്രിസിനെസ്സിലൊക്കെ അതൊക്കെ മാറ്റാനായിട്ടും ആണ് ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്, കണ്ടീഷണർ മാസ്ക് അങ്ങനെ ഒരു ഫോമിലാണ്. പക്ഷെ ഞാൻ കണ്ടീഷണറൊക്കെയാണ് എപ്പോഴും ഇപ്പം ഞാൻ ആഴ്ചയിൽ 3 നേരം ഹെയർ വാഷ് ചെയ്യുന്നെങ്കിൽ 2 പ്രാവശ്യം കണ്ടീഷണർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറെ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ലിറ്ററലി മാസ്ക് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാറുള്ളത്, മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാമ്പു എന്ന് വെച്ചാൽ, അതായത് ഞാൻ മെയിൻ ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ്. അല്ലാണ്ട് ഞാൻ പിന്നെ ഒരു ഷാമ്പു കൂടെ ഞാൻ യൂസ് ചെയ്യും, അത് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാമ്പു മാസ്കും ഇതാണ്. കാരണം എന്റെ ഹെയർ ട്രീറ്റഡ് ആണ്. നോർമൽ ഹെയർക്കാർക്ക് ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും, നിങ്ങളത് അത്രയും ജെന്റിൽ ആയിട്ടുള്ള ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, തീരെ ഓയിലും സ്ട്രിപ്പ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫൈനാണ്. അല്ല നിങ്ങൾ പുറത്തൊക്കെ പോവാണ്, ഒരുപാട് ഹെയറിൽ ഡേർട്ടും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഹെയറിന് ഇത് അത്ര എഫക്റ്റ് കിട്ടത്തില്ല. കാരണം വേറൊന്നും കൊണ്ടില്ല, ഇത് കൂടുതലായും ട്രീറ്റഡ് ഹെയറിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തായതുകൊണ്ട് അവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട്, അങ്ങനെയുള്ള ഹെയറിനായിരിക്കും ഇത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം. അടുത്ത ഞാൻ ഇനി പറഞ്ഞില്ല, ഞാൻ ഏതാണ് ഇത് കൂടാതെ ഒരു യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു കൂടെ ഉണ്ട്, അത് ഏതാന്ന് ചോദിച്ചില്ലേ. ഞാൻ രണ്ടാമത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് ബെയർ അനാറ്റമി ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്റെ ഫേസ് കോമ്പിനേഷൻ ആണ്, അതുപോലെ തന്നെ എന്റെ സ്കാൽപ്പ് കുറച്ച് ഓയിലിയാണ്. അപ്പം എനിക്കിപ്പം ഞാനിപ്പോ 2 ദിവസം ഹെയർ വാഷ് ചെയ്തിട്ട് 3rd ഡേ ആകുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ ഇപ്പം എനിക്ക് ഓയിൽനെസ് കൂടുതൽ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്യും. പക്ഷെ അതല്ല 2 ദിവസം കഴിഞ്ഞിട്ട് അധികം ഓയിൽനെസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മറ്റേ ഷാമ്പു യൂസ് ചെയ്യും. പക്ഷെ എന്താണ്, ഞാൻ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഷാമ്പു വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പുറത്തൊക്കെ പോവുകയാണ് ഒരുപാട് പ്രാവശ്യം, കമ്പാരിറ്റീവ്ലി പുറത്ത് പോകുന്ന സമയങ്ങളിൽ തിരിച്ചു വരുമ്പോഴായിരിക്കും ഞാൻ ഈ ഷാമ്പു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് എന്റെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ അഴുക്കെടുത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റ് ലോറിയലിന്റെ ഷാമ്പു കമ്പയർ ചെയ്യുമ്പോൾ സ്കാൽപ്പ് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് ലാദർ ചെയ്ത് കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ലോറിയലിൽ അധികം ലാദർ കിട്ടാറില്ല എനിക്ക്, ആ ലാദർ എനിക്ക് ഇതിനകത്ത് കിട്ടും. ലാദർ കിട്ടിയാലേ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവത്തുള്ളൂ. എനിക്ക് നമുക്ക് സ്കാൽപ്പിൽ ചെറിയൊരു ഇറിറ്റേഷൻ തോന്നും. എനിക്ക് മനസ്സിലാവും എന്റെ സ്കാൽപ്പിൽ ബിൽഡപ്പ് ഉള്ളപ്പോൾ എനിക്ക് എന്റെ സ്കാൽപ്പിൽ അത് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ടൈമുകളിൽ ഞാൻ ഈ ഒരു ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബയോട്ടിൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കാനായിട്ടും, അത് സാലിസിലിക് ആസിഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലാദർ ചെയ്യും. എന്നാ അധികമായിട്ട് എന്റെ എന്താ പറയുന്ന ഹെയറിനെ അങ്ങോട്ട് ഡ്രൈ ആക്കാനും ഇത് പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും എനിക്ക് ചിലപ്പോൾ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉള്ളത് സ്കാൽപ്പ് ആയതുകൊണ്ട്, അങ്ങനെ സ്ഥിരം ഡാൻഡ്രഫ് വരും എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് പണ്ട് ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു പ്രിക്കോഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഇനി വരണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഷാമ്പു എന്തായാലും എന്റെ ഇതിൽ യൂസ് ചെയ്യും. ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്റെ
റൊട്ടീനിൽ കാണും. ഇതല്ലാണ്ട് വേറൊരു ഷാമ്പു ഞാൻ ആന്റി ഡാൻഡ്രഫിന് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ കറന്റ് ഞാനൊരു 1-2 months ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വേറെ അനാറ്റമി അല്ലാണ്ട് വേറൊരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നത്, അതാണ് വിഷ് കെയറിന്റെ ഈ ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് ആക്ച്വലി എനിക്ക് ഞാൻ പൈസ കൊടുത്തു വാങ്ങിച്ചില്ല, എനിക്കിത് PR അവർ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നപ്പോഴത്തേക്ക് അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് അവർ എനിക്ക് തന്നതാണ് ഈ ഒരു ഷാമ്പു. അപ്പൊ ഇത് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കുമല്ലോ, എന്താണ് ഇതിന്റെ അവർ അയക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ ഉപയോഗിച്ച് നോക്കും. അപ്പൊ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഒരുവിധം അധികം ഡാൻഡ്രഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെറുതായിട്ടൊരു നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലീൻ ആയി, ഹെയർ അധികം ഫ്രിസ്നെസ് ഇല്ലാന്ന് എനിക്ക് ഫീൽ ആയി. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ മുടി അധികം ട്രീറ്റഡ് അല്ല. ഡിസംബർ ടൈമിൽ എന്റെ മുടി ഹെയർ ട്രീറ്റഡ് അല്ലേ, നോർമൽ ഹെയർ ആയിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ഓൾറെഡി വിഷ് കെയറിന്റെ ഒരു ഷാമ്പു തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് എന്റെ ബ്രദർ വന്നു. എന്റെ ബ്രദറിന്റെ സ്കാൽപ്പ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉള്ള ആളാണ്. അപ്പൊ അവന് ഞാനിത് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു. അവര് ഉപയോഗിക്കാൻ കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പൊ എത്ര സ്കിൻ കെയർ enthusiast ആന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള സഹോദരന്മാരെ, ഹസ്ബൻഡ്സിന് പിന്നെ നമുക്ക് വലിച്ചെടുത്തോളൂ, സഹോദരന്മാരെ ഈ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പൊ അവനിത് ഉപയോഗിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് അനിയ ഉപയോഗിക്കും, ഞാൻ നിനക്ക് അത് വാങ്ങിച്ചിരാ ഇത് വാങ്ങിച്ചിരാ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പ്രകോപിപ്പിച്ച് ഞാൻ ഉപയോഗിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പൊ അവന്റെ ബാത്റൂമിൽ ഒരിക്കലും അവൻ എടുത്ത് മാറ്റാത്ത ഷാമ്പും കണ്ടീഷണറായിട്ട് മാറിയേക്കാണ് ഇത്. നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ടും. അപ്പം മാത്രമല്ല അവന്റെ ഹെയർ, ആൺകുട്ടികളുടെ ഹെയർ നമുക്കറിയാം നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹെയർ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. മാത്രമല്ല അവന്റെ ഹെയറിന്റെ ആ ഒരു ഫ്രിസിനെസ് മാറ്റാനായിട്ട് ഇതിന്റെ കണ്ടീഷൻ ഹെൽപ്പ് ചെയ്ത് അവന് ഡ്രൈ ഔട്ട് ഫോമിലല്ല. കാരണം അവന്റെ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ് എനിക്കറിയാം. ചില സമയത്ത് നമ്മൾ പിടിച്ചിരുത്തി നമുക്ക് തന്നെ കഴുകി കൊടുക്കേണ്ട അവസരങ്ങൾ വരുന്നതുകൊണ്ട് എനിക്കറിയാം അവന്റെ ഹെയർ കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പൊ ആ ഒരു ഡ്രൈനെസ് ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. അപ്പൊ ആണുങ്ങൾക്ക് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് അതെന്താ പറയുന്നത്, ഒരുപാട് സാലിസിലിക് ആസിഡ് കൂടാതെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ഞാൻ ഡീറ്റെയിൽ ഇൻഗ്രീഡിയൻറ്റ് ഡിസ്ക്രിപ്ഷനിലോട്ട് ഇതിനകത്ത് പോകുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാലും ഷാമ്പൂവിന്റെ കാര്യത്തിൽ യൂസ് ഇല്ല. നമുക്ക് കറക്റ്റ് എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള സാലിസിലിക് ആസിഡ് ആണ്. അത് നിങ്ങളുടെ സ്കാൽപ്പിന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് അല്ല വരുന്നത്, ഇതിനകത്ത് സെറമൈറ്റ്സും ഹൈഡ്രോണിക് ആസിഡാണ് ഇതിന്റെ കണ്ടീഷനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷണർ നമ്മുടെ ഹെയറിന്റെ ആ ഒരു ഫ്രിസിനെസ് ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പും കണ്ടീഷണറാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹെയറിന് ഇതൊരിക്കലും ഡ്രൈയോ സ്കാൽപ്പിനെ ഡ്രൈയോ ആക്കാനായിട്ട് പോകണ്ട. ഇത് നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കി തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിന് ക്രിസ്പി ആക്കാനും ഈ വിഷ് കെയറിന്റെ ഷാമ്പു ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ വിഷ് കെയറിന്റെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എടുത്തപ്പോൾ പറഞ്ഞില്ലേ ഞാൻ അവരുടെ വേറൊരു ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അവരുടെ ഈ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാമ്പു. ഇത് ആക്ച്വലി വാങ്ങിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്റെ ഹെയർ ഫസ്റ്റ് ലാസ്റ്റ് ഇയർ തുടക്ക സമയത്ത് എന്റെ ഹെയർ ട്രീറ്റഡ് ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഹെയർ ട്രീറ്റ് ചെയ്ത സമയത്ത് എന്റെ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്ന വെച്ചാൽ അന്ന് ചെയ്തതിന്റെ എന്തോ ഒരു സൈഡ് എഫക്ട് വന്ന് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, മിസ്യൂസ് ചെയ്തിട്ടില്ല. മേ ബി അന്ന് ഞാൻ പ്രോപ്പറായിട്ട് കെരാറ്റിൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അത് ചെയ്തപ്പോൾ എന്തെങ്കിലും ടെക്നിക്കലി വന്ന പ്രോബ്ലംസ് കൊണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഹെയർ സ്പാ ചെയ്യാനായിട്ട്, അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് റെഗുലർ ആയിട്ട് ഹെയർ സ്പാക്ക് പോകേണ്ടി വന്നു സലോണിൽ. അപ്പൊ ഞാൻ പോയപ്പോ തന്നെ അവിടെ ഹെയർ കട്ട് ചെയ്യാനായിട്ടും ഒക്കെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ സലോണിൽ നിൽക്കുന്ന ആളെ പറഞ്ഞു, മാഡം കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ഹെയർ ഇപ്പം നല്ല ഡ്രൈ ആവുന്നുണ്ട്, അതിന് മുന്നേ കെരാറ്റിൻ ചെയ്യുന്നതിന് മുന്നേ കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ലോറിയൽ പാരീസ് യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു എന്താ പറയുന്ന ഡ്രൈനെസ് മാറ്റാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് യൂസ് ചെയ്താലും ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്നു. എനിക്ക് തീരെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല എന്റെ ഹെയർ. അപ്പൊ ഞാൻ ആ ലോറിയൽ പാരീസിന്റെ ഷാമ്പു സൈഡ് ആക്കിയിട്ട് ഈ ഒരു വിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് ഷാമ്പു ആണ് യൂസ് ചെയ്തത്. കാരണം ഒലാപെക്സിന്റെ ഒരു ഷാമ്പു ആണ് ഞാൻ നോക്കിയത്. പക്ഷെ ലിറ്ററലി അതിന്റെ ബഡ്ജറ്റിൽ വരാത്ത ഷാമ്പു ആണ്. കാരണം അത് എനിക്ക് 3000-4000 റേഞ്ചിൽ വരുന്ന ഷാമ്പു ആണ് അന്ന് ഞാൻ നോക്കിയപ്പോൾ. എനിക്ക് അത്രയും ഒരു എമൗണ്ട് ഷാമ്പൂയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും കൊടുത്ത് എനിക്ക് വീണ്ടും കെരാറ്റിൻ ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടി എമൗണ്ട് ഇട്ട് എനിക്ക് പ്രോപ്പറായിട്ട് നല്ല സ്ഥലത്ത് കെരാറ്റിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും ഒരു എമൗണ്ട് ഷാമ്പൂയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട റേഞ്ചിൽ അത്രയും നല്ല ഷാമ്പു ആണ്. പക്ഷെ എനിക്കത് ഇൻവെസ്റ്റ് ചെയ്യാനൊരു നമുക്ക് അത്രയും പൈസ കൊടുക്കാനൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. അപ്പൊ അതിനൊരു ആൾട്ടർനേറ്റീവ് തപ്പി നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഷാമ്പൂയിൽ എത്തിയത്. ഇത് ലിറ്ററലി എനിക്കൊരു ഹെവൻ ഗിഫ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഷാമ്പു ആണ്, ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാമ്പു. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള ഒരു ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പു ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഡ്രൈ ഫ്രിസി ഹെയർ ആണ്, നിങ്ങൾക്ക് ഒരു ഷാമ്പു വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ
വീട്ടിൽ തന്നെ കളറൊക്കെ ചെയ്തിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു ആണ്. ഈവൻ നമുക്കിത് സ്കാൽപ്പിൽ നമ്മുടെ ഹെയർ ഒന്ന് ഹെയറിന്റെ ലെങ്ത് ഒന്ന് വാഷ് ചെയ്യണം എന്ന് തോന്നിയാൽ പോലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഹെയറിന്റെ ലെങ്തിനെ പോലും ഇത് ഡ്രൈ ആക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഷാമ്പൂസ് ഹെയറിന്റെ ലെങ്ത് യൂസ് ചെയ്താൽ ഡ്രൈ ആക്കും നമുക്കറിയാം. പക്ഷെ ഈ ഷാമ്പു ഹെയറിന്റെ ലെങ്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ഡ്രൈനെസ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല. സോ ഇത്രയും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ് ഇത്. ഇതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്തത് ഇതിന്റെ തന്നെ കണ്ടീഷണർ അല്ല, വേറൊരു കണ്ടീഷണർ. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് റിക്വലിന്റെ ആന്റി ഫ്രിസ് സ്മൂത്തനിങ് ഹെയർ കണ്ടീഷണർ. ആക്ച്വലി സംഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആ സമയങ്ങളിൽ എനിക്ക് ഒരു ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നപ്പം എനിക്കൊരു ഓപ്ഷൻ ഇല്ല. കാരണം മുടി ഡ്രൈ ആയി, പിന്നെ എന്റെ കെരാറ്റിൻ വാഷ് ഓഫ് ആയി പോയിട്ട് പിന്നെ നാച്ചുറൽ ഹെയർ പോലും എനിക്ക് ആ ഡ്രൈനെസ് ഫീൽ ചെയ്തു. എന്റെ നാച്ചുറൽ ഹെയർ വേവി കേളി എല്ലാം കൂടെ വരുന്നൊരു സാധനമാണ്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം ഭയങ്കര മാനേജ് ചെയ്യാൻ പാടുള്ള ഒരു ഹെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രോപ്പർ ആയിട്ടൊരു കണ്ടീഷനും എന്നാൽ എനിക്ക് ഒരിക്കലും ഒരു ബിൽഡപ്പ് അത് കാരണം എന്റെ സ്കാൽപ്പിലോ ഹെയറിന്റെ ലെങ്കിലോ ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണ് ഞാൻ ഈ റിക്വലിന്റെ നമ്മൾ ഇത് നോക്കുമല്ലോ. ഞാൻ മെയിനായിട്ടും പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കും, നല്ല രീതിയിൽ റിവ്യൂ വായിക്കുകയും അതുപോലെ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഓരോ ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാൻ ഓരോ കണ്ടീഷണർ അല്ലെങ്കിൽ ഷാമ്പു ഏത് പ്രൊഡക്റ്റ് ആയാലും സ്കിൻ കെയർ ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹെയർ കെയർ സെലക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് എത്തിയത്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഹെയർ ഡ്രൈയിങ് ഇൻഗ്രീഡിയന്റ് ഇല്ല. ഒന്ന് പിന്നെ മാസ്ക് ആവുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിന്റെ കൺസിസ്റ്റൻസി എത്രത്തോളം തിക്കാണോ അത്രത്തോളം ചില സമയങ്ങളിൽ ബിൽഡപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഓയിലി ഹെയർ ആണ്, നമ്മൾ കണ്ടീഷനൊക്കെ കുറച്ച് അധികം തിക്നെസ് ഒക്കെ ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഓൾറെഡി ഹെയർ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് ബിൽഡപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് വീണ്ടും അത്രയും എന്താ പറയുന്ന ഒരു വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല ഹെയർ വീണ്ടും ഒരു ഇത് വെച്ചിട്ട്. കാരണം അങ്ങനെ വാഷ് ചെയ്താൽ എന്റെ ഹെയർ ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കണ്ടീഷണർ ആ സമയത്ത് നന്നായിട്ട് വർക്ക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഹെയർ നോർമൽ ആയതിനു ശേഷം ഇതൊക്കെ യൂസ് ചെയ്ത് എന്റെ ഹെയറിന്റെ ആ ഡ്രൈനെസ് കെരാറ്റിൻ ഫുൾ വാഷ് ഓഫ് ആയി ഒരുവിധം കഴിഞ്ഞ് എന്റെ ഹെയർ ഒന്ന് നോർമൽ ആയതിനു ശേഷം പിന്നെ ഞാൻ ഈ കണ്ടീഷണർ യൂസ് ചെയ്താൽ എനിക്ക് അധികം യൂസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നെ എന്റെ ഹെയർ എക്സ്ട്രീംലി ഓയിലി ആക്കാൻ തുടങ്ങി. കാരണം അത്രയും ഓയിലി അല്ല, നമ്മൾ അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിന് വേണ്ടിയുള്ള കണ്ടീഷണർ ആയതുകൊണ്ട് വീണ്ടും നോർമൽ ഹെയറിലോട്ട് വന്നപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർ ഓയിലി ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്റെ ഹെയർ എന്തെങ്കിലും ഡ്രൈ ആവുകയാണെങ്കിൽ ഞാൻ ഗോ ബാക്ക് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടീഷണറാണ് റിക്വലിന്റെ ഈ ഒരു കണ്ടീഷണർ. ലാസ്റ്റ് ടൈം ഞാൻ കെരാറ്റിൻ ചെയ്തപ്പോൾ ചെയ്ത ഒരു മിസ്റ്റേക്ക്, എന്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക്, എന്റെ അടുത്ത് ഓൾറെഡി മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു എക്സ്റ്റൻസ് ഓഫ് കെയറിന്റെ ഈ ഒരു സൾഫേറ്റ് ഫ്രീ വാങ്ങിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ സൾഫേറ്റ് ഫ്രീ അല്ല വാങ്ങിച്ചത്, ഇതാണ് വാങ്ങിച്ചത്. കാരണം ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഹെയർ സ്മൂത്ത് ചെയ്തപ്പോഴും സ്ട്രെയിറ്റ് ചെയ്തപ്പോഴും ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാമ്പു ഇതാണ്. എനിക്ക് അന്ന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത ഷാമ്പു ഇതാണ്. പക്ഷെ അന്ന് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ മുടി അന്ന് പെർമനന്റ് ട്രീറ്റ്മെന്റിലായിരുന്നു. അതായത് സ്മൂത്തനിങ്ങും ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ പെർമനന്റ് നാനോപ്ലാസ്റ്റി അതുപോലെ തന്നെ കെരാറ്റിൻ എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്. ഇത് 6 months കഴിയുമ്പോൾ നമ്മൾ റീഡു ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പാണ്. സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ എന്നൊക്കെ പറയുന്നത് പെർമനന്റ് ആണ്. ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഷാമ്പു സൾഫേറ്റ് ഫ്രീ ആവണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ പ്രൊഫഷണലി മേക്ക് ചെയ്യുന്ന ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഈ സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഈ ഒരു ആന്റി ബ്രേക്കിംഗ് സ്ട്രെയിറ്റൻഡ് ഹെയറിന്റെ ഷാമ്പു ഇവർ അന്തസ്സായിട്ട് ഇതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റൻഡ് ഹെയർ ഷാമ്പു എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കെരാറ്റിൻ ചെയ്ത ഹെയറിൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എന്റെ ഹെയർ ഒന്നും കൂടെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങിയത്. ഞാനായിട്ട് ചെയ്തൊരു ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഞാൻ പിന്നെ എനിക്കൊരു 3-4 വാഷ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ മറ്റേത് വാങ്ങിയെങ്കിലും ഇത് അപ്പൊ തന്നെ ഇതിന് ഓൾമോസ്റ്റ് ഒരു ചെറിയ രീതിയിൽ എനിക്കിത് ഡാമേജ് ഓൾറെഡി ഡൺ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്, പക്ഷെ ഇത് അഴുക്ക പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറത്തില്ല. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലതാണ് ഓയിലിക്കാർക്കും ആക്നെ പ്രോൺ സ്കിൻകാർക്കും. ഡ്രൈ സ്കിൻകാർ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ അവർക്ക് നല്ലതല്ലല്ലോ. എക്സാക്ട്ലി സെയിം ആണ് എനിക്കും പറ്റിയത്. കെരാറ്റിൻ ചെയ്ത ഹെയറിൽ സ്ട്രെയിറ്റനിങ്ങിന്റെ ഷാമ്പു യൂസ് ചെയ്ത് പണി കിട്ടി. പക്ഷെ നിങ്ങളുടെ സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തോ ചെയ്ത ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ് ഇത്. ഇത് നിങ്ങൾ യൂസ് ചെയ്തോ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ആ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ്ങിന്റെ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് കാരണം ഉണ്ടാവുന്ന ഡ്രൈനെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കെരാറ്റിൻ ചെയ്ത് അത്രയും
കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയറിന്റെ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് അതിനൊന്നും കൂടെ ഡ്രൈ ആക്കും ഈ ഷാമ്പു. അപ്പൊ നിങ്ങൾ നോർമലി സ്ട്രൈറ്റ് സ്മൂത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാമ്പു യൂസ് ചെയ്യാം. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഒന്നും കൂടി ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ സ്ട്രൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഹെയർ ഡെഡ് ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഹെയറിനെ മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ഷാമ്പു ആണ്. കാരണം ഡെഡ് ആയിട്ടുള്ള ഹെയറിന് ഇതാണ് സ്ട്രീറ്റ് ഇതാണ് നല്ലത്. നമ്മൾ കെരാറ്റിനോ അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ലെങ്തിന് ഡെഡോ അങ്ങനെയൊന്നും ആക്കണില്ല. ഒരു പെർമനന്റ് ട്രാൻസ്ഫോർമേഷൻ വരാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഹെയറിന് കുറച്ചും കൂടി ജെന്റിൽ ആയിട്ടുള്ളതാണ് നല്ലത്. അല്ലാത്ത ഹെയറിന് ഈ ഒരു ഷാമ്പു ബെസ്റ്റ് ആണ്. ഇത് ഒരിക്കലും അഴുക്ക ഷാമ്പു അല്ല. എന്റെ കണ്ടീഷനിൽ ഇതെനിക്ക് പണി തന്നതുകൊണ്ടാണ് ഞാനിത് ആ സമയത്ത് കൊള്ളില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ മുന്നേ സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാമ്പു ഇതാണ്. എന്റെ ലാസ്റ്റ് പല വീഡിയോസിലും ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. സോ നിങ്ങളുടെ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് പെർമനന്റ് ട്രാൻസ്ഫോർമേഷൻ വരുത്ത ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കളേർഡ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നാച്ചുറൽ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കെരാറ്റിനോ നാനോപ്ലാസ്റ്റിയോ ചെയ്ത ആൾക്കാർ ഇതല്ല, ഇതിന്റെ ഗോൾഡൻ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഷാമ്പു ആണ് ദി ബോഡി വിസിന്റെ 1% കീറ്റോകോണസോൾ ഷാമ്പു. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷിന്റെ കൂടെ ഡെഫിനറ്റ്ലി ഒരു 1% കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളുടെ ഹെയറിനകത്തുള്ള ആ ഡാൻഡ്രഫിനെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല ലെങ്തിനും കൂടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യണം. അത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയറിനെ പിന്നെ ഒന്ന് കണ്ടീഷനിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹെയർ ഇതൊന്ന് ഡ്രൈ ആക്കും. പക്ഷെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ള ഹെയർ ആണെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസിന്റെ കൂടെ കീറ്റോകോണസോൾ അടങ്ങിയ ഷാമ്പു യൂസ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയാണ് ഞാൻ മെയിൻലി ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഷാമ്പൂസ്. ഇനി അതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് മുന്നേ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷാമ്പൂസിനെ പറ്റി പറഞ്ഞത്. അടുത്തതും വിഷ്കെയറിന്റെ ഒരു ഷാമ്പു ആണ്. ഇത് ആക്ച്വലി ഇതെങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ പണ്ട് നൈക്കിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഇതിന്റെ ഒരു സാഷെ പാക്ക് എനിക്ക് കിട്ടി. അത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഒരു ഷാമ്പൂലോട്ട് എത്തുന്നത്. ഇത് ആക്ച്വലി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഈവൻ അധികം ഹെയർ ഫോൾ ഇല്ലെങ്കിലും എനിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് അധികം ഹെയർ ഫോൾ ഉള്ള ആളല്ല ഞാനിപ്പോൾ കറന്റ്. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർ ഫോളിന്റെ ഒരു കുറഞ്ഞു കിട്ടി. അത് ഇത് ഒന്ന് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്രയും നമുക്ക് ചില സമയത്ത് നമ്മുടെ ഹെയർ ഓൾറെഡി ഫോൾ ഓഫ് ഹെയർ നാച്ചുറൽ ആയിട്ട് ഫോളോ ഓഫ് ആവുമല്ലോ. ചില സമയത്ത് നമ്മൾ ചില ഷാമ്പൂസ് ചെയ്താൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ഓഫ് ആവാത്ത ഹെയറും കൂടെ ഷാമ്പൂവിന്റെ പണി കാരണം ഫോളോ ഓഫ് ആവും. ഈ ഷാമ്പൂ യൂസ് ചെയ്ത് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകില്ല. നാച്ചുറലി ഫോളോ ഓഫ് ആവാച്ച സൈക്കിൾ ഡെത്ത് എത്തിയ സാധനം ഫോളോ ഓഫ് ആവും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാണ്ട് നമ്മൾ ഹെയർ സൈക്കിളിന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നാച്ചുറലി ഫോളോ ഓഫ് ആവാതെ ഉള്ള ഹെയർ ഉണ്ടാവില്ലേ, ഷാമ്പു ഈ ഷാമ്പു യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ട് പോകില്ല. അപ്പൊ നല്ല രീതിയിൽ ഹെയർ ഫോൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പുവും കണ്ടീഷണറാണ്. ഇതിനകത്ത് സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ഒക്കെയാണ്. നിങ്ങളുടെ ഹെയർ വീണ്ടും ഇതൊരിക്കലും ഹെയർ ഫോളിലോട്ട് ലീഡ് ചെയ്യത്തില്ല. ഉള്ള ഹെയർ ഫോളിനും ചെറിയ രീതിയിൽ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു കാരണം വീണ്ടും ഹെയർ ഫോൾ ഉണ്ടാകുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഷാമ്പൂ കണ്ടീഷൻ ഡെഫിനറ്റ്ലി ആയിരിക്കും. ഹെയർ ഡ്രൈ ആക്കാനായിട്ടൊന്നുമില്ല, സ്കാൽപ്പ് ഡ്രൈ ആക്കാനായിട്ട് പോകുന്നില്ല, ഈവൻ ഓയിലി ആക്കാനുമില്ല. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ ഹെയറിന്റെ കണ്ടീഷൻ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പക്ഷേ അതിനൊരു ഷൈനസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ഡ്രൈ ആക്കാനായിട്ടോ കൂടുതൽ ഓയിലി ആക്കാനായിട്ടോ ഇത് പോലില്ല. ഉള്ള ഡ്രൈനെസ്സിനെ ഓയിലിനെസ്സിനെ മാറ്റി തരാനായിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ രണ്ട് ഈ ഷാമ്പു കണ്ടീഷൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇനി പറയാനുള്ള വേറെ കുറച്ച് ഷാമ്പൂസിനെ പറ്റിയിട്ടാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് ബി ബ്ലെൻഡിന്റെ റിപ്പയർ ഷാമ്പൂയിലോട്ട് തന്നെ പോവാം. ഞാൻ വിഷ്കെയറിന്റെ ഷാമ്പു യൂസ് ചെയ്തതെന്നല്ല, എന്റെ ഹെയർ ഡ്രൈ ആയ സമയത്ത് ആ സമയത്ത് അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്താണ് ഇത്. കാരണം എനിക്ക് ഒളോപെക്സ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്തു. ഇതെനിക്ക് ഹെൽപ്പ് ചെയ്തു ഡെഫിനറ്റ്ലി. എന്നിട്ടാണ് ഞാൻ മറ്റതിലോട്ട് പോയത്, അതും എനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഹെയർ അത്ര വലിയ രീതിയിൽ ഡാമേജ് അല്ല, എന്നാൽ കുഞ്ഞു 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 ഡാമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ബ്ലെൻഡിന്റെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷേ അബദ്ധം പറ്റരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഷാമ്പുവും കൂടെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് മാറി വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മാറി വാങ്ങിച്ചു, പക്ഷെ മാറി വാങ്ങിച്ചെങ്കിൽ എനിക്ക് ഉപകാരപ്പെട്ടു കേട്ടോ, അത് വേറെ കാര്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് കെരാറ്റിൻ ചെയ്തിട്ട് എന്റെ ഹെയർ ഡാമേജ് ആയപ്പോഴാണ് ഞാൻ ഈ ഷാമ്പു വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ ഒളോപെക്സിലോട്ട് വിഷ്കെയറിന് മറ്റേ ട്രിപ്പിൾ ബോണ്ടിലോട്ട് പോയി. ആ പോയ സമയത്ത് ട്രിപ്പിൾ ബോണ്ട് എനിക്ക് ഹെയർ ഒക്കെ ഒന്ന് നോർമൽ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വന്നല്ലോ, അപ്പൊ വീണ്ടും ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്ന് ഓർഡർ ചെയ്തേതാണെന്നറിയാമോ? ഈ രണ്ട് ഷാമ്പു. ഇതെന്ന് വെച്ചാൽ അവരുടെ കേളി ഹെയർ റേഞ്ച് ആണ്. ഭാഗ്യത്തിന് എന്റേത് വേവി ഹെയർ ആയതുകൊണ്ട് ഞാൻ കേളി ഹെയർ റൊട്ടീൻ നടക്കുമോ എനിക്ക് അതിന്റെ കാരണം കേളി ഹെയർ റൊട്ടീൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ഷമയും അതും ഇതൊക്കെ വേണം. എനിക്ക് ആ ഒരു ഹെയർ
ഹെയറിന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. സ്കിൻ കെയർ ചെയ്യാൻ ഫൈൻ, ഹെയർ ഷാമ്പു കണ്ടീഷണർ ഒക്കെ ചെയ്യാൻ ഫൈൻ, പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കേളി ഹെയർ റൊട്ടീൻ ചെയ്യാനായിട്ടുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയി കെരാറ്റിൻ എന്റെ ഹെയറിൽ ചെയ്യുന്നത്. കാരണം എനിക്ക് മാനേജബിൾ ആയിരിക്കണം എപ്പോഴും. ഹെയർ എന്ന് വെച്ചാൽ എന്റെ പ്രശ്നം, ഹെയർ എനിക്ക് ഒരു എക്സ്ട്രാ വെയിറ്റ് ആയിട്ട് ഒരിക്കലും തോന്നരുതെന്ന് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ മുടി അധികം എന്താ പറയുന്നത് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അഴിച്ചിട്ടാൽ എനിക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റണം. കാരണം എനിക്ക് ഹെയർ ഒക്കെ ഉള്ളത്, എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഹെയർ പെട്ടെന്ന് പൊങ്ങി നിൽക്കണം, അതെനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കേളി ഹെയർ റൂട്ടീൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല. പക്ഷെ ഈ ഹെയർ എന്റെ ആ ഒരു വേവി ഹെയറിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തു. കാരണം എന്റെ ഹെയർ ഞാൻ വേവി ഹെയർ റൂട്ടീൻ നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കുറെ കാലം ഹെയർ കെരാറ്റിൻ ചെയ്യാൻ നിർത്തി നോക്കിയത്. ബട്ട് എനിക്ക് അതിനുള്ള ക്ഷമയില്ല. കാരണം അത്രയും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് മേ ബി ചിലപ്പോൾ ഒരു സമയത്ത് ഞാൻ ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന് ഞാനത് ചെയ്യാനായിട്ട് പോണില്ല. സോ അതുകൊണ്ട് പക്ഷെ അങ്ങനെ പോവാതിരുന്നപ്പോഴും ഇത് ഞാൻ വാങ്ങിക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നിട്ട് വാങ്ങിച്ചത്. പക്ഷെ ഇത് വാങ്ങിയപ്പോ എനിക്ക് ഒരു പരിധിവരെ എന്നെ കേളി ഹെയറിനെ അല്ലെങ്കിൽ എന്റെ ബേബി ഹെയറിനെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. കാരണം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ട് ഹെയറിന്റെ ലെങ്ത് കേളി ഹെയറിൽ എത്തുമ്പോൾ അപ്പർ സ്ഥലത്ത്, അതായത് സ്കാൽപ്പിൽ ചിലപ്പോൾ ഓയിൽനെസ്സും നമ്മളെ ഹെയറിന്റെ ലെങ്ത് ഡ്രൈ ആവും. കാരണം ഓയിൽ താഴോട്ട് എത്തുക, നാച്ചുറൽ ഓയിൽ. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ താഴോട്ട് ഓയിൽ എത്തിയില്ലെങ്കിലും ഈ ഒരു കണ്ടീഷണർ എന്നെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആ ഒരു ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഹെയറിന്റെ ഫ്രിസ്നെസ് ഒന്നും ഉണ്ടാവാതെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. സ്കാൽപ്പിന്റെ ഡ്രൈനെസ് ഓയിൽനെസ് കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. കേളി ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓയിലി സ്കാൽപ്പും ഡ്രൈ ഹെയറും. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഷാമ്പു വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓയിലി ആയിരിക്കും, സ്കാൽപ്പ് ഓയിലി ആയതുകൊണ്ട് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു ആയിരിക്കണം. എന്നാൽ നമ്മുടെ മോയ്സ്ചർ അങ്ങനത്തെ ആണെന്നുണ്ട് നമ്മുടെ കണ്ടീഷണർ ഒരിക്കലും ഓയിലിക്കാർക്കുള്ള ടൈപ്പ് കണ്ടീഷണർ ആണ്, കുറച്ച് കണ്ടീഷനിങ് മതി എന്ന് വിചാരിക്കുന്നു. കണ്ടീഷണർ നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ആയിരിക്കണം. ഇത് അങ്ങനത്തെ ഒരു ഷാമ്പു ആണ്. സോ നിങ്ങൾക്ക് ബേബി ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ആളാണ് ഇത്. ഇത് രണ്ടും എന്റെ സാധനമല്ല, ഇത് എന്റെ ഹസ്ബൻഡിന്റെ ഷാമ്പൂസ് ആണ്. പുള്ളിയുടെ ഫേവറേറ്റ് ആണ് വെല്ലയുടെ ഈ ഒരു ക്ലീനപ്പ് സ്കാൽപ്പ് ക്ലീൻ സ്കാൽപ്പ് ഷാമ്പു. പുള്ളി പറയുന്നത് ഇത് ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറയണെന്ന് വെച്ചാൽ നേരത്തെ മര്യാദക്കുള്ള ഷാമ്പു യൂസ് ചെയ്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. പക്ഷെ പുള്ളി അക്കോർഡിംഗ് ടു ഹിം ഞാനിത് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രോപ്പറായിട്ട്. എനിക്ക് റിസൾട്ട് പറഞ്ഞുതരാം, നമ്മൾ 5-6 തവണയെങ്കിലും യൂസ് ചെയ്യും. ഞാൻ അത്രയും തവണ യൂസ് ചെയ്തിട്ടില്ല, 2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഓക്കെ ഫൈൻ, സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് തോന്നി. പക്ഷെ പുള്ളി ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളായതുകൊണ്ട് പുള്ളി അറിയണേന്ന് വെച്ചാൽ എന്റെ സ്കാൽപ്പിൽ നല്ല, കാരണം പുറത്ത് പോകണേണ് ഹെയറിൽ ബിൽഡപ്പ് ഉണ്ടാവും, ഓയിലി സ്കാൽപ്പാണ്, ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആളാണ്. സോ പുള്ളി അറിയുന്ന വെച്ചാൽ എനിക്ക് ഇത് വെച്ച് ഹെയർ ഷാമ്പു ചെയ്യുമ്പോഴത്തേക്ക് വേറെയും ഷാമ്പൂസ് ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കാൻ പുള്ളിയാണ് ഇത് യൂസ് ചെയ്യാൻ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഒരു തരത്തിലും ഹെയറിനകത്തൊരു ബിൽഡപ്പ് ഫീൽ ചെയ്തിട്ടില്ല, ശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്റെ സ്കാൽപ്പിന് എന്നാണ് പുള്ളി ഈ ഒരു ഷാമ്പുവിനെ പറ്റി പറഞ്ഞത്. അടുത്തത് വൈൽഡ്ലി പ്യുവറിന്റെ ഈ ഒരു ഷാമ്പു. ഇത് ഞങ്ങളുടെ എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ക്ലീനപ്പ് ഷാമ്പു ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഹെയറിൽ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് സ്കാൽപ്പ് ഒന്ന് പനിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുക, സ്കാൽപ്പ് ഒന്ന് കഴുകാൻ പറ്റിയില്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ നോർമൽ ഷാമ്പു കൊണ്ട് മാത്രം നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവത്തില്ല. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് ഇത്. ഇത് നന്നായിട്ട് സ്കാൽപ്പ് എത്ര ബിൽഡപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇല്ല. ഇത് ഞാൻ 2 ദിവസം ഒരിക്കലും യൂസ് ചെയ്താൽ ഇല്ല, ഞാൻ യൂസ് ചെയ്തില്ല. കാരണം എന്റെ ഹെയർ ട്രീറ്റ് ആണ്. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്ന ക്ലീനപ്പ് ഷാമ്പു ആണ് ഇത്. പുള്ളിക്കാരൻ പറയും ഇത് ബിൽഡപ്പ് ഇത് യൂസ് ചെയ്തിട്ട് ചില ആഴ്ചകളിൽ ഒരിക്കൽ ഞാൻ ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്കാൽപ്പ് കെയർ റൊട്ടീൻ നല്ല ചേഞ്ച് റൊട്ടീൻ കംപ്ലീറ്റ് ആയതാണ് പുള്ളിയുടെ അക്കോർഡിംഗ്ലി. എനിക്കത് ഫീൽ ആയി. കാരണം ഞാൻ കാണുന്നുണ്ടല്ലോ കാരണം എന്റെ ഹസ്ബൻഡിന്റെ സ്കാൽപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ക്ലീൻ ആയി. ആ ക്ലീൻനെസ് നമുക്ക് ക്ലീനേഴ്സ് കാരണം പുള്ളിയുടെ ഡാൻഡ്രഫിന്റെ എമൗണ്ട് കുറഞ്ഞു. ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞു. അല്ലാണ്ട് തന്നെ നമ്മളായിട്ട് കൊടുക്കുന്ന സ്കാൽപ്പ് ഹൈജീൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ 2 ഷാമ്പു യൂസ് ചെയ്തപ്പോൾ പുള്ളിക്ക് പറ്റി. ഇത് ഇത്രയും കൂടാതെ തന്നെ നെക്സ്റ്റ് എനിക്ക് പറയേണ്ട 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷാമ്പൂസ് ആണ്. ഞാൻ ഇവിടെ അത്രയും നോക്കി. ഇൻഫാക്ട് ഈ വീഡിയോ ഞായറാഴ്ച മേ ബി ആവാത്തതിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ പോലും എനിക്ക് ആ 2 ഷാമ്പൂ കൂടെ കിട്ടാത്തതുകൊണ്ടും കൂടെയാണ്. ആ ഷാമ്പൂ എന്ന് വെച്ചാൽ ലോറിയൽ പാരീസിന്റെ ബോട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ്. ഒന്ന് ലോറിയൽ പാരീസിന്റെ ഹൈഡ്രോണിക് ആസിഡ് പ്യൂറും പിന്നെ അല്ലാത്ത ഹൈഡ്രോണിക് ആസിഡ് മോയിസ്റ്റും 2 ഷാമ്പൂ ഉണ്ട്. ഹൈഡ്രോണിക് ആസിഡ് പ്യൂറിനകത്ത് സാലിസിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ സാലിസിലിക് ആസിഡ് ആണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ്. അതല്ല നിങ്ങളുടെ നല്ല ഡ്രൈ സ്കാൽപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഹൈഡ്രോണിക് ആസിഡ് മോയിസ്റ്റ് ഷാമ്പു യൂസ് ചെയ്യാം. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ബോട്ടിൽ എൻ്റെ കയ്യിൽ രണ്ടും കറക്റ്റ് ഇല്ല. കാരണം ലോറിയൽ പാരീസിന്റെ ഷാമ്പു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ട്രെയിറ്റനിങ്ങിന് മുന്നേ
ഞാൻ എൻ്റെ വെഡിങ്ങിനൊക്കെ മുന്നേ സ്കാൽപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാമ്പാണ്. 2023 ഞാൻ ഹൈലൂറോൺ മോയിസ്ചർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് നൈക്ക ഹോളിൽ ഞാൻ ആ ഷാമ്പൂവിനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, പ്യുറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്യുർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഇയർ അല്ല, ഈ ഇയറിൽ തന്നെ തുടക്കത്തിൽ ഞാൻ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ തന്നെ ഞാൻ വേറൊരാളുടെ വച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വന്ന് കിട്ടി, അങ്ങനെ ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്താണ്. എനിക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് അറിയണ്ടേ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പൊ ഞാൻ പുള്ളിക്കാരി കൊണ്ട് വാങ്ങിപ്പിച്ചു, ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടി. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഒരു ഷാമ്പൂ ആയിട്ടാണ് എനിക്കത് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഷാമ്പൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഓയിലി സ്കാൽപ്പാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷാമ്പൂസും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെയും കുറിച്ചിട്ടാണ്. ഇതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഹെയർ കെയർ മിസ്റ്റേക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് വായിച്ചു നോക്കുക, കണ്ടു നോക്കുക. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് ഞാൻ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് ട്യൂസ്ഡേക്ക് തന്നെയായിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.